മന്ത്രിസഭയിലെ പുതിയ അംഗമായി എത്തുന്ന എം മണിയുടെ വീട്ടിൽ നിന്ന് ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, എന്താണ് പുതിയ നിയുക്ത മന്ത്രി സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു, നാട്ടിലെത്തിയിരിക്കുന്നു, അവിടെ നിന്നുള്ള ഒരു ആവേശമൊക്കെ എത്രത്തോളമുണ്ട്? സൗമി, കുഞ്ഞിത്തണ്ണി എന്ന ഒരു മലയോര ഗ്രാമത്തിൽ വലിയ സന്തോഷം അലയടിക്കുന്ന നിമിഷങ്ങളാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയുക്ത മന്ത്രി മണിയുടെ വീട്ടിലാണുള്ളത്. എന്നത്തെ പോലെ തന്നെ ഇന്നും ഇവിടെ വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. സാധാരണ നിയുക്ത മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല മണിസഖാവിനെ നാട്ടുകാർ കാണുന്നത്. മലനാടിൻ്റെ മണിയാശാൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തോട് പെരുമാറാനും അടുത്തിടപെടാനും പരാതികൾ പറയാനും ഇത്തരത്തിൽ എല്ലാ ദിവസവും ഈ വീട്ടുമുറ്റത്ത് ആളുകൾ തടിച്ചുകൂടാറുണ്ട്. അദ്ദേഹത്തെ കണ്ട് വ്യസനങ്ങൾ ബോധിപ്പിക്കാറുണ്ട്, വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്, പ്രശ്നപരിഹാരം തേടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനത ഇന്ന് ഇക്കാര്യം അദ്ദേഹം മന്ത്രിയാകുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞതോടെ വലിയ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, എൻ്റെ തൊട്ടുപിറകിൽ വീട്ടുമുറ്റത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അവരുടെ വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. മറ്റു ചാനലുകളും എല്ലാം തന്നെ വളരെ സജീവമായി തന്നെ നിയുക്ത മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാണുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. പല കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇത്തരത്തിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ ചാനലുകളും അവരുടേതായ പരിപാടികളും കാര്യങ്ങളുമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ മണിയാശാൻ ഇതിനെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നു. സ്വതസിദ്ധമായ രീതിയിൽ തൻ്റെ രീതിയിൽ യാതൊരു ശൈലിയിലും മാറ്റം വരില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇപ്പോഴും മാധ്യമങ്ങളെ മുൻപ് എങ്ങനെയാണോ നേരിട്ടത് അതേ ഭാഷയിൽ അതേ ശൈലിയിൽ തന്നെ നേരിടുകയാണ്. കാര്യങ്ങൾ നമുക്ക് മണിയാശാനോട് തന്നെ ചോദിച്ച് അറിയാം. എന്നാലും ഇവിടെ വരാതെ പോകാൻ പറ്റുമോ? എൻ്റെ വീടല്ല ഇവിടെ ഇല്ലേ, എൻ്റെ വീടും എൻ്റെ മക്കളും എല്ലാം ഇവിടെ അല്ലേ. ഞാനിവിടെ വരികയൊക്കെ ചെയ്യും. ഇവിടെ വിട്ടുള്ള ഒരു കളിയില്ല. അവിടെ പോവും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, സ്റ്റേറ്റിൽ പോകേണ്ടിടത്തൊക്കെ പോവും. ഇവിടെ മാത്രം പറ്റുകയല്ലോ, സംസ്ഥാനത്തിൻ്റെ മന്ത്രിയല്ലേ. അപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും പോവും, പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല, തർക്കവുമില്ല. ഇപ്പം ഞാൻ മന്ത്രിയാകുന്നതിൽ ആവേശഭരിതരായ ജനവിഭാഗമുണ്ട്. കേട്ടോ, എന്നെ അറിയാവുന്നവരും നേരിട്ട് അറിയില്ലാത്തവരും അടക്കം എന്നോട് ഒരുപാട് സ്നേഹവും. എന്തേരെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇതിൽ കിട്ടുകയില്ലായിരുന്നു. ഒടുവിൽ ഇതിൻ്റെ ചാർജ് പോയി. ആവേശം ജനങ്ങൾക്ക് മാത്രമാണോ, താങ്കൾക്കും? എനിക്ക് വലിയ ആവേശമൊന്നുമില്ല, സന്തോഷമുണ്ട്. അത് ഇങ്ങനൊരു സാധനത്തെ ആകണമെന്ന് പാർട്ടി ഇന്നലെ ചർച്ച ചെയ്തപ്പം എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാനങ്ങ് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പാർട്ടിയുടെ നേതൃത്വം എന്നോട് ഇതേപ്പറ്റി സംസാരിച്ചിരുന്നുമില്ല. ഉള്ള കാര്യം പറയാണല്ലോ, എങ്ങനെ സംസാരിച്ചിരുന്നില്ല. അത് അവർ പോളിറ്റ് ബ്യൂറോക്കാരും നേതൃത്വവും ആലോചിച്ചു, അവർ നിർദ്ദേശം വെച്ചു. അതാണ് തമാശയല്ല. ഞാൻ എന്ത് പറയണമെന്ന് തന്നെ എനിക്ക് നേരം ഒരു യഥാർത്ഥത്തിൽ രൂപമില്ല. ഞാൻ അടുത്തിരുന്ന എൻ്റെ സഹപ്രവർത്തകരായ കെ ബാലൻ സഖാവിനോടും കെ ജെ തോമസിനോടും ചോദിച്ചു, ഞാൻ വല്ലതും പറയണത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ആണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് മുഖ്യമന്ത്രി പറയണം. ജില്ല എന്ന പ്രത്യേകത താങ്കളുടെ ഇടുക്കിക്കുണ്ട്. ഈ രംഗത്തെ എങ്ങനെ ഇത് വകുപ്പ് ഏതാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ പറയും? ഏത് വകുപ്പാണേലും അതിനകത്ത് ആവശ്യം വേണ്ടുന്ന മാറ്റം കൊണ്ടുവരാനും ജനങ്ങൾക്കും നാടിനും ഗുണം ചെയ്യുന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്യും. ഏത് വകുപ്പാണെങ്കിലും ചെയ്യും. മനസ്സിലായില്ലേ? വലിയ വകുപ്പാണെങ്കിലും ചെയ്യും, വൈദ്യുതി ആണെങ്കിലും ചെയ്യും, വ്യവസായമാണെങ്കിലും ചെയ്യും, എന്നതാണെങ്കിലും ചെയ്യും. അതിനകത്തൊന്നും ഒരു ദാക്ഷിണ്യവുമില്ല. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. അങ്ങനെ നാക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞാനായി രൂപാന്തരപ്പെട്ടതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതാണ്. അതുകൊണ്ട് അതൊന്നുമില്ലെന്ന്. ഞാനിപ്പോൾ ഒരു പച്ചയ്ക്ക് വർത്തമാനം പറയുന്നുള്ളൂ. പിന്നെ ഇനി മന്ത്രിയാകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പറയണം, അതെല്ലാം സൂക്ഷിച്ച് പറയും. പിന്നെ എന്നെ വേട്ടയാടുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ ചാനൽ ചർച്ചയിൽ സേനാപതി വേണം, അയാൾ പിന്നെ എതിർക്കും. എന്നോട് ഏറ്റുമുട്ടി ഞാൻ ജയിച്ചതിൻ്റെ വിഷമത്തിലാണ് പുള്ളി ഇന്നലെ അതും ഇതുമെല്ലാം പറഞ്ഞു, മഹാമോശമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ആളുകൾ പറഞ്ഞു, അയാളെ പോലുള്ളൊരു അന്തരീക്ഷം ഒന്നും എനിക്കില്ല. അതിലൊക്കെ മാന്യനാണ് ഞാൻ. എനിക്ക് തുറന്ന മനസ്സാണ്. ഞാനങ്ങ് ഇറങ്ങിയ ഇവിടെ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിലും അവരെല്ലാം എന്നോട് സ്നേഹപൂർവ്വമേ പെരുമാറുള്ളൂ. ഞാൻ അങ്ങനെ അവരോടും പെരുമാറിയിട്ടുള്ളൂ. ഒന്ന്.
പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ ആളുകൾ പറയുന്നു. അങ്ങേരെ ഞാനുമായിട്ട് കണ്ടിട്ട് പോലുമില്ല. എന്നെ അങ്ങേര് വിലയിരുത്തുന്ന എന്തടിസ്ഥാനത്തിലാണെന്നറിയത്തില്ല. ആരൊക്കെയോ പുള്ളിക്ക് അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും വല്ല ലോബികളും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തമാശല്ല. കുറേ ആളുകൾ ഇങ്ങനെ ചാനലിൽ വന്നിരിക്കുക, അതും ഇതും ചുമ്മാ അറിയാൻ മേലാത്ത കാര്യമല്ല. എം എം മണി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി ഒരു ചുക്കും അറിയാൻ മേലാത്ത ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ആൾ. അയാളാണ് ഞാൻ പാറ ലോബിയുടെ ആളാണ്, മറ്റവൻ്റെ ആളാണ്, മറിച്ചൻ്റെ ആളാണെന്ന് പറഞ്ഞെന്നാൽ ഒക്കെ അയാളോളം വിഡ്ഢി വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് എന്നെ അറിയണ്ടേ അയാൾ. അങ്ങേരെ ഒരു പ്രാവശ്യം ദീപികയുടെ ഒരു റിപ്പോർട്ടർ, രാഷ്ട്രദീപികയുടെ റിപ്പോർട്ടർ എൻ്റെ ഒരു സമയം ചോദിച്ചു, ഒന്ന് കാണണമെന്നോ. ശരി, ഞാൻ പറഞ്ഞു രാവിലെ 6 മണിക്ക് വന്നേക്കാൻ പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു. എനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് അത്രയും ഞാൻ പുള്ളി 6 മണിക്ക് വന്നു. 6 മണിക്ക് വന്നു. 6 മണി ആകുന്നതിന് മുമ്പ് വന്നു. ഞാൻ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് കൊടുത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ എൻ്റെ തിരക്ക് മറന്നു തുറന്ന് ആ മനുഷ്യനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ എന്നോട് എൻ്റെ പൊന്ന് മണിയാസാനെ മഹാ മോശമായാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞത്. ഞാൻ ആ മുൻവിധിയോട് കൂടിയൊക്കെയാണ് വന്ന് ഇവിടെ ഇരുന്നത്. ഞാൻ ആ മുൻവിധിയിൽ നിന്നും മാറി ഒരു പുതിയ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് അത്രയും വലിയ സന്തോഷം തോന്നി. ഇടയ്ക്കിടയ്ക്ക് എന്നെ പുള്ളി വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളടുത്തും പൊന്നൊരച്ചും നോക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. ആളടുത്ത് എന്ന് പറഞ്ഞാൽ ഇടപെട്ട് നോക്കണം. പൊന്ന് ഉരച്ചു നോക്കിയാലല്ലേ മാറ്ററിയാൻ പറ്റൂ. അത് പണ്ട് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നൊന്നുമില്ല. ഈ ആളടുത്ത് അറിയാൻ മേലെ പൊന്നൊരച്ചു നോക്കുന്ന പോലെ ഒന്നും നോക്കാത്ത കുറേ വിഡ്ഢികൾ എന്തെങ്കിലും എല്ലാം കയറി പോകും. അതിപ്പം നമുക്ക് ആ കാര്യത്തെ പറ്റി പറയാനുള്ളത് തന്നെ അവർ പറയട്ടെ. പിന്നെ അവർ പഠിച്ചതല്ലേ പാടൂ. ജയശങ്കറിനെ പറ്റിയൊന്നും എനിക്കാണ് തീരെ അത്ഭുതമില്ല. അങ്ങനെ പിണറായി സഖാവിനെ പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്ത് മോശമായിട്ടാണ് അങ്ങേര് വർത്താനം പറയുന്നത്. എന്തിനായാലും ഇങ്ങനെ അച്ചാരം വാങ്ങിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് പിടികിട്ടില്ല. തമാശല്ല, അത്ര മോശമായി. എന്തിനിത് ആർക്ക് വേണ്ടിയാണ് ഈ കൂലിക്ക് തള്ളലെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. തമാശ പറയില്ല. ഇതിങ്ങനെ കൊടുക്കുമോ നിങ്ങൾ? ലൈവാണോ? ഇങ്ങനെ തന്നെ അത് കൊടുക്കണം. ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ നേരിട്ട് കേട്ടില്ല, എന്നോട് ഇന്ന് ആളുകൾ വന്ന് പറഞ്ഞ കേസാണ്. അതുപോലെ എന്തെല്ലാം മനോരമ പലപ്പോഴും എനിക്ക് അനുകൂലമായി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് വേലയും വരും. കേൾക്കാൻ മനോരമ പത്രം. എന്നാലും ഒരു പത്രം എന്ന നിലയിൽ എനിക്കിപ്പോൾ അവരെ പറ്റി മോശം അഭിപ്രായം തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈയിടെ ബംഗാളിലെ ഞങ്ങളുടെ PB മെമ്പർ അവിടെ ഒരു സൊസൈറ്റിയെ പറ്റി, ആ സൊസൈറ്റി ക്രമക്കേടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കത്തെഴുതി. കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ കത്തെഴുതി. അത് പറഞ്ഞ് മോഡി കൊണ്ടുവന്ന ഈ നോട്ട് നിരോധനം ഉണ്ടല്ലോ, ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന നോട്ട് നിരോധനത്തെ ന്യായീകരിക്കാൻ വേണ്ടി അതെടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് മനോരമ. അപ്പം മനോരമയുടെയൊക്കെ ഒരു ചിന്ത എന്നാണ് എനിക്കൊരു സത്യത്തിൽ കേട്ടപ്പോൾ ഉണ്ടല്ലോ വലിയ പരിതാപം തോന്നി. ഇതും തൂക്കിയിട്ടുകൊണ്ട് നടക്കുക ആളുകൾ. ഏത് കക്ഷത്തിൽ എൻ്റെ കയ്യിലും ഉണ്ട് സാധനം. അങ്ങനെയാണോ ഒരു പത്രം ചെയ്യേണ്ടത്? ഇവിടെ ജനങ്ങളുടെ സഹകരണ സംഘം വലിയ പ്രതിസന്ധിയിലാക്കി പ്രശ്നത്തിലാക്കിയിരിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ, കള്ളപ്പണക്കാർ, കള്ളക്കടത്തുകാർ, വിദേശ ബാങ്കുകൾ, അവർക്കെല്ലാം ഇഷ്ടം പോലെ കച്ചവടം നടത്താം. നമ്മുടെ പൂർവികന്മാരായി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ സഹകരണ സംഘം. അത് ആണിപ്പം മോഡിയും കൂട്ടരും കൂടെ കുമ്മനവും രാജശേഖരനും എല്ലാം കൂടെ കൂടി ഈ പരുവത്തിലെത്തിച്ചു. മനസ്സിലായി? അതിന് ഇങ്ങനെ അത് മരവിപ്പിക്കാൻ നമ്മളെടുക്കുന്ന നിലപാടിനെ ദുർബലപ്പെടുത്താനാണ് മനോരമ കൊടുത്തിരിക്കുക. ബംഗാളിലെ ഞങ്ങളുടെ PB മെമ്പർ ഇങ്ങനെ കത്തെഴുതിയെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുക. എന്നാ പത്രപ്രവർത്തനമാണെന്ന് എനിക്കറിയത്തില്ല. പുതിയ ഘട്ടത്തിൽ വിമർശിക്കുന്നവർക്ക് ഒറ്റ വാക്കിലൊരു മറുപടി കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ അനുഭവത്തിൽ കൊടുക്കണ്ടോളാന്നാണ് പറയാറുള്ളത്. അത്രേ ഉള്ളൂ. ഞാൻ വലിയ മഹാപാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല. പിന്നെ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ചിന്തിച്ചാണ് പൊതുപ്രവർത്തനം നടത്തി ഇതുവരെ പോയത്. ഞാൻ ഇനി അങ്ങനെ തന്നെ പോവും. ജനങ്ങളിൽ നിന്നും പഠിക്കും.
മനസ്സിലായില്ലേ? ജനങ്ങളോട് പറയേണ്ട കാര്യം നമ്മൾ ജനങ്ങളോട് പറയും, അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും. എനിക്ക് ചെയ്യാവുന്ന എല്ലാ സേവനവും ചെയ്യും. ഒറ്റയടിക്ക് പറയാനുള്ളത്, എനിക്ക് ജനങ്ങൾക്കും നാടിനും വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. അന്ത്യശ്വാസം വലിക്കുന്നവരെ ചെയ്യണമെന്നാണ് എൻ്റെ ചിന്ത. അതാണ്, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ മനുഷ്യനാണ്, ഇപ്പോൾ ആരെന്തൊക്കെയാണ് എപ്പോഴാണ് തട്ടിപ്പോകുന്നെന്ന് വല്ലതും പറയാൻ പറ്റുമോ? സൗമി, തന്റെ ശൈലി എത്തരത്തിലാണ് താൻ പ്രയോഗത്തിൽ വരുത്തുന്നത് എന്നുള്ള വളരെ കൃത്യമായ ഭാഷയിൽ തന്നെ എം എം മണി മറുപടി നൽകുന്നു. കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും അതിനെയൊന്നും ലാഘവത്തോടെ കാണുന്ന പഴയ ശൈലിയിൽ തന്നെ എം എം മണി മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ മറ്റും നടത്തിയ കർശനമായ വലിയ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നു. ആർക്കെങ്കിലും വേണ്ടി കുരയ്ക്കാനല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ മുൻപോട്ട് വരുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം ഇപ്പോഴും പങ്കുവെക്കുന്നു. സൗമി, കുഞ്ചുതണ്ണിയിലെ നിയുക്ത മന്ത്രി എം എം മണിയുടെ വസതിയിൽ നിന്ന് ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്.